പലപ്പോഴും ഒരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഈ പറഞ്ഞ ആൻസർ കീ എടുത്ത് നോക്കി എത്ര മാർക്ക് ഉണ്ട് എന്ന് നോക്കും അല്ലേ? അപ്പോൾ ആൻസർ കീയിൽ നമ്മൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ആവറേജ് മാർക്കിൽ നമ്മളെപ്പോഴും ട്രാപ്ഡായി പോകും. അതായത് ഇപ്പോൾ ഒരു 47, 50, 40 ഈ മാർക്ക് എപ്പോഴും ഈ ഒരു ആവറേജ് മാർക്കിൽ എപ്പോഴും ട്രാപ്ഡായി പോകും. എന്തായിരിക്കും കാരണം? നമ്മളപ്പോൾ സബ്ജക്റ്റ് വൈസ് നമ്മുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യുക, ഏതിലാണ് കൂടുതൽ കുറവ് വരുന്നതെന്നുണ്ട്. കാരണം ചില സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഓൾമോസ്റ്റ് മെജോറിറ്റി മാർക്സും കിട്ടിയിട്ടുണ്ടാവും, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ കിട്ടിയിട്ടുണ്ടാവും, മലയാളം കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ബേസിക് സയൻസ് എപ്പോഴും അണ്ടർ പെർഫോമിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ മാത്സ് എപ്പോഴും താഴെയായിരിക്കും. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഏതാണോ അണ്ടർ പെർഫോം ചെയ്യുന്ന ആ സബ്ജക്റ്റ് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ഇതേ മാർക്ക് തന്നെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ ഈ ട്രെൻഡ് എടുത്ത് നോക്കിയേ. മാത്സിൽ കുറവാണ്, എല്ലായ്പ്പോഴും കുറവാണ്, 3 പരീക്ഷകൾക്കും കുറവാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ എപ്പോഴും നല്ല മാർക്കുണ്ട്, എക്കണോമിക്സിലും തരക്കേടില്ലാത്ത മാർക്കുണ്ട്, ഇംഗ്ലീഷിലും കുറവാണ്, GK-യിലും എല്ലാ പ്രാവശ്യവും തരക്കേടില്ലാത്ത മാർക്കുണ്ട്. പക്ഷേ അപ്പോഴെന്ത് പറ്റും? എല്ലാ തവണയും എന്താണ് ആ 50 എന്ന് പറഞ്ഞ റേഞ്ചിൽ നമ്മൾ ട്രാപ്ഡായി പോകും. പഠിക്കാത്തത് കാരണമല്ല, പക്ഷേ ഈ പറയുന്ന ചില സബ്ജക്റ്റിലെ വീക്ക്നെസ്സസ് കാരണം എപ്പോഴും ഈ 50 എന്ന് പറഞ്ഞ ട്രാപ്പിലായി പോകുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ജോലി കിട്ടാനുള്ള അഡീഷണൽ മാർക്ക് എപ്പോഴും നമുക്ക് മിസ്സാവും. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, വീക്കർ സെക്ഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ പറയുന്ന മാർക്കുകൾ കൂടാനും ഈ അഡീഷണൽ കട്ട് ഓഫ് 50 എന്നുള്ളതൊരു 65 മാർക്ക് ആകാനുള്ള സാധ്യത ഈ വീക്ക് സെഷൻസ് പഠിക്കുന്നതിലൂടെ നമുക്ക് സാധ്യമാവും എന്നാണ് കരുതുന്നത്. അങ്ങനെയാവുമ്പോൾ എന്താണ്, ഒരു കട്ട് ഓഫിന് മുകളിൽ ഒരു ജോലി കിട്ടാനുള്ള മാർക്ക് നമുക്ക് നേടാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പാണ്. സെക്ഷൻ വൈസ് നമ്മൾ നോക്കുക, അതിൽ ഏതിലാണ് അണ്ടർ പെർഫോം ചെയ്തതെന്ന് നോക്കുക, അതിനനുസരിച്ച് പഠിക്കുക. എല്ലാ തവണയും ഒരുപോലെ പഠിക്കുന്നത് കാരണമാണ് എല്ലാ തവണയും ഏകദേശം ഒരേ റേഞ്ചിൽ മാർക്ക് കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക.